പ്രമോദ് രാമൻ തുടരുന്നുണ്ട്. പ്രമോദ്, ഈ ആശയ സംഘടനകൾ ഉണ്ടായിരുന്നു, അത് വലിയ ഏറ്റുമുട്ടലുകളിലേക്കൊക്കെ പോയിട്ടുണ്ട്. ഇപ്പോൾ EMSുമായി പോലും VS കലഹിച്ചിട്ടുണ്ട്. പാലക്കാട് സമ്മേളനത്തിൽ EMSനൊപ്പം നിന്ന് CITU പക്ഷത്തെ വെട്ടിനിരത്തിയിട്ടുണ്ട്. അതൊക്കെ ആയിരിക്കുമ്പോഴും വ്യക്തിപരമായി നേർക്കുനേർ സംഘടന എന്ന രൂപത്തിലേക്ക് ഒരിക്കലും അത്തരം പോരാട്ടങ്ങൾ അത്തരം ഉൾപ്പാടി യുദ്ധങ്ങൾ പോയിരുന്നില്ല VS പിണറായി എന്ന ഒരു ദ്വന്ദ്വം വരുന്നതുവരെ. എന്നു മാത്രവുമല്ല, ഓരോ ജില്ലാ സമ്മേളനങ്ങൾ നടക്കുമ്പോൾ ആ കാലത്ത് വിഭാഗീയത ഏറ്റവും സജീവമായിരുന്ന കാലത്ത് പ്രമോദിന് കൃത്യമായ ഓർമ്മയുണ്ടാകും. ഓരോ ജില്ലകളും ആര് പിടിക്കുന്നു, ജില്ലാ സെക്രട്ടറിയായി വരുന്നത് VS പക്ഷമോ പിണറായിയുടെ പക്ഷമോ, ഇങ്ങനെ എണ്ണി എണ്ണി ആ മത്സരങ്ങളുടെ അവസാനം സംസ്ഥാന സമ്മേളനത്തിൽ എന്ത് സംഭവിക്കുമെന്ന ഉദ്വിഗ്നത. അപ്പോൾ ഇങ്ങനെ മത്സരങ്ങളുടെ ഒരു കാലം, ഏറ്റുമുട്ടലുകളുടെ ഒരു കാലം, ദ്വന്ദ്വയുദ്ധത്തിലേക്ക് പോകുന്നൊരു കാലം, അത് CPMനെ സംബന്ധിച്ച് അസാധാരണമായിരുന്നില്ലേ? തീർച്ചയായും വേണു. ഇപ്പോൾ നമുക്കറിയാം, മാരാരിക്കുളത്ത് അദ്ദേഹം തോൽക്കുന്നത് 1996 അപ്പോൾ അന്ന് മാരാരിക്കുളത്ത് അദ്ദേഹത്തെ തോൽപ്പിച്ചത് ആര് എന്ന് പിന്നീട് പാർട്ടിയിൽ നിന്ന് തന്നെ അത് വളരെ വ്യക്തമായി മനസ്സിലാക്കുകയൊക്കെ ചെയ്തല്ലോ. പക്ഷേ ആ രൂപത്തിലായിരുന്നില്ല വിഭാഗീയത പിന്നീട് ഞാൻ ഈ പറഞ്ഞ ഒരു പക്ഷേ 2001 ശേഷം VS പ്രതിപക്ഷ നേതാവായി ഉയർന്നു വരുന്നൊരു കാലഘട്ടത്തിന് ശേഷം നമ്മൾ കണ്ടത്. അതിന് ആദ്യകാലത്ത് ഈ CITUവിൻ്റെ CITU ഒരു പ്രധാന ഘടകമായിരുന്നു ആ വിഭാഗീയതയുമായി ബന്ധപ്പെട്ട്. അത് വേണു ശരിയായി പറഞ്ഞ പോലെ പാലക്കാട് സമ്മേളനം കണ്ടു. പിന്നീട് മലപ്പുറം സമ്മേളനം എത്തുമ്പോഴാണല്ലോ നമ്മൾ യഥാർത്ഥത്തിൽ VS വേഴ്സസ് പിണറായി എന്ന നിലയിലുള്ള ഒരു പ്രശ്നം ആ നിലയിലേക്ക് മാറി വരുന്നത്. അവിടെ വേണു പറഞ്ഞ പോലെ ഓരോ ജില്ലയും ആര് പിടിച്ചു എന്ന നിലയിൽ നമ്മൾ കണ്ട് തീർച്ചയായും VSന് നല്ല സാധ്യത കൽപ്പിക്കപ്പെട്ടിരുന്ന ഒരു നിലയിലേക്ക് മലപ്പുറം സമ്മേളനം പോയിട്ട് പോലും അവിടെ മനോരമയുടെ പഴയ ഹെഡ്ലൈൻ എടുത്ത് പറയുകയാണെങ്കിൽ മിന്നൽ പിണറായി വിജയൻ തന്നെ അവിടെ ആ സ്ഥാനം ഏറ്റെടുക്കുകയായിരുന്നു. വിജയൻ പാർട്ടി സെക്രട്ടറി ആയി കടന്നു വരികയായിരുന്നു. അപ്പോൾ അതിനു മുമ്പൊക്കെ നമുക്കറിയാം ചടയം ഗോവിന്ദന്റെ നിര്യാണം, ഇങ്ങനെയുള്ള പല സന്ദർഭങ്ങളിൽ പല ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാറ്റത്തിലേക്ക്, അതായത് VSന്റെ എതിരാളിയായി പിണറായി വിജയൻ വരുന്നു എന്ന വളരെ കൃത്യമായൊരു ചിത്രത്തിലേക്ക് പോകുന്നത് അതിനുശേഷമാണ്. അപ്പോഴേക്കാണ് പിന്നീട് VSന്റെ ഈ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തേക്കുള്ള വരവും കൂടിയാവുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ പ്രതിപക്ഷ നേതാവ് സ്ഥാനത്തിരുന്നു കൊണ്ട് VS അച്യുതാനന്ദൻ ചെയ്തുകൊണ്ടിരുന്ന കാര്യങ്ങളെ എങ്ങനെയാണ് പാർട്ടി കണ്ടത് എന്നതുൾപ്പെടെ അത് പിന്നീട് ഒരുപക്ഷെ 2006 തൊട്ട് 2011 വരെയുള്ള കാലഘട്ടത്തിൽ വരെ അത് നീണ്ടു എന്ന് നമുക്കറിയാം. ഈ ഘട്ടത്തിലൊക്കെ ഇപ്പൊ തുടക്കകാലത്ത് പറഞ്ഞ് നമ്മൾ തന്നെ കേട്ടിട്ടുള്ള കാര്യങ്ങളാണല്ലോ ഐസക്കിന്റെ നിലപാട്, അല്ലെങ്കിൽ ബേബിയുടെ നിലപാട്, ഇങ്ങനെയുള്ള പല കാര്യങ്ങളും VSന് അനുകൂലമായ നിലപാടായിരുന്നു എന്ന് നമ്മൾ കേട്ടിട്ടുണ്ട്. നമുക്കത് കൃത്യമായി പറയാൻ തെളിവുകളൊന്നുമില്ല. പക്ഷേ പിൽക്കാലത്ത് അത് ക്ഷയിച്ചു വരികയായിരുന്നു. VS പാർട്ടിക്കുള്ളിൽ തന്നെ എടുക്കുന്ന നിലപാടുകൾ അത് എന്താ പറയുക, അച്ചടക്ക ലംഘനമായി കാണുന്ന ഒരു സമീപനം മറുഭാഗത്ത് നിന്ന് വളരെ ശക്തമായി ഉയർന്നു വന്നു. അതോടൊപ്പം തന്നെ VS മുന്നിട്ടിറങ്ങുന്ന സമര പരിപാടികൾ എല്ലാം തന്നെ പാർട്ടിയുടെ നിയന്ത്രണത്തിലുള്ളതായിരുന്നില്ല. ഇങ്ങനെ പല കാരണങ്ങൾ കൊണ്ടും VS ഏറ്റെടുക്കുന്ന അല്ലെങ്കിൽ പാർട്ടിയിലെ VS പക്ഷം എന്ന് പറയുന്ന അതിന് പുറമേ നിന്നുള്ള പിന്തുണ, പുറമേ നിന്നുള്ള ഒരു ജനകീയത കാര്യമായി ഉണ്ടാകുന്നുണ്ടെങ്കിലും പാർട്ടിക്കുള്ളിൽ അതില്ലാതെ പോവുകയായിരുന്നു. അത് ഏറ്റവും രൂക്ഷമായ ഘട്ടമാണ് VS മുഖ്യമന്ത്രിയായിരുന്ന ഘട്ടം എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോഴാണ് VSും പിണറായിയും നേർക്കുനേർ വരുന്നത്. ലാവലിൻ വിഷയത്തിൽ VS എടുക്കുന്ന നിലപാടുകൾ പിണറായി വളരെ ശക്തമായി തന്നെ നേരിടുന്നു. PBയിൽ നിന്ന് പുറത്താക്കുന്നതിന് മുമ്പുള്ള വാർത്താ സമ്മേളനങ്ങൾ വേണുവിനും ഓർമ്മയുണ്ടാവുന്നതായിരിക്കുമല്ലോ. അതായത് പിണറായിയെ കുറിച്ചൊരു ചോദ്യം VSനോട് ചോദിക്കുന്നു. അദ്ദേഹം അത് വളരെ തമാശയും ഗൗരവവും കലർന്ന രീതിയിൽ ഒരു പരിഹാസ രൂപേണ എന്നോണം അതിന് മറുപടി പറഞ്ഞു പോകുന്നു. പിന്നീട് പിണറായി വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറയുന്നു, എന്നെക്കുറിച്ചുള്ളൊരു ചോദ്യത്തിന് VS കൃത്യമായി മറുപടി പറയേണ്ടതായിരുന്നു. 2 പൊളിറ്റ് ബ്യൂറോ സഖാക്കൾ തമ്മിലുള്ള അതിനകത്തുണ്ടാകേണ്ട ഒരു മാനദണ്ഡം അത് അദ്ദേഹം പാലിച്ചില്ല. അതായത് പരസ്പരം ഒരു കോംറേഡറി നമ്മൾ പറയുന്നത്, 2 സഖാക്കൾ, പൊളിറ്റ് ബ്യൂറോ സഖാക്കൾ തമ്മിലുണ്ടാകേണ്ട ആ കോംറേഡറി അദ്ദേഹം പാലിച്ചില്ല എന്ന നിലപാട് പിണറായി വിജയൻ എടുക്കുന്നു. പരസ്പരം തുറന്നു പറഞ്ഞുകൊണ്ടുള്ള ആ ഏറ്റുമുട്ടൽ നടന്നതിന് ശേഷമാണ് പൊളിറ്റ് ബ്യൂറോയിൽ നിന്ന് 2 പേരെയും ഒരുമിച്ച് നീക്കം ചെയ്യുന്ന നിലയിലേക്ക് വന്നത്. പിന്നീട് പിണറായി വിജയനെ തിരിച്ചെടുക്കുകയും VS പൊളിറ്റ് ബ്യൂറോയിലേക്ക് പിന്നീട് വരാതിരിക്കുകയും ചെയ്തു. അപ്പോൾ ചിലതിൻ്റെയൊക്കെ സൂചനയായിരുന്നു.
പിന്നീട് ഇങ്ങോട്ട് മലപ്പുറം സമ്മേളനത്തിന് ശേഷം പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുള്ള ഇത്തരം കാര്യങ്ങളുടെ എല്ലാം തുടർച്ച എന്നോണം സംഘടനാപരമായി VS-ന് കാര്യമായ ഒരു ഗ്രിപ്പില്ലാതെ പോകുന്നു. സംഘടനാപരമായി VS ധാരാളം ആളുകൾ VS-നൊപ്പം ഉണ്ടാകുന്നുണ്ട് എങ്കിൽ തന്നെയും അതിന് രാഷ്ട്രീയമായ ഒരു രൂപത്തിലേക്ക് അതിനെ കൊണ്ടുവരാൻ കഴിയുന്നില്ല, സംഘടനാ രൂപത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയുന്നില്ല. VS പുറത്തു പോകുമോ ഇല്ലയോ തുടങ്ങിയ ചോദ്യങ്ങളിലേക്ക് വരുന്നു. അപ്പോഴൊക്കെ നാം കാണേണ്ട ഒരു കാര്യം വേണു, എനിക്ക് തോന്നിയ ഒരു കാണേണ്ട ഒരു കാര്യം, VS ഈ പുറത്തു പോവുക എന്ന് പറയുന്ന ഒരു ആശയത്തെക്കുറിച്ച് അല്ലെങ്കിൽ പാർട്ടിയിൽ നിന്ന് മാറി നിൽക്കുക എന്നൊരു ആശയത്തെക്കുറിച്ച് ഒരിക്കലും തന്നെ ചിന്തിച്ചിട്ടില്ല എന്നാണ്. കാരണം അദ്ദേഹത്തിന് പാർട്ടി എന്നത് അദ്ദേഹത്തെ പോലെ തന്നെ അദ്ദേഹത്തിന്റെ ആത്മാവിൽ അലിഞ്ഞിട്ടുള്ള ഒരു കാര്യമാണ്. ഇപ്പൊ 2015 ആലപ്പുഴ സമ്മേളനത്തിൽ ഇറങ്ങിപ്പോയെങ്കിലും അത് അദ്ദേഹത്തിന്റെ ഒരു പ്രതിഷേധം പ്രകടിപ്പിക്കുകയായിരുന്നു. പക്ഷേ പാർട്ടിയെ തള്ളിക്കളഞ്ഞുകൊണ്ടല്ല, പാർട്ടി എന്ന ആ സംഘടനാ സംവിധാനത്തെ, അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ജനങ്ങളുടെ പ്രതീക്ഷയെ, അല്ലെങ്കിൽ അതിലും വലിയ ഒരുപക്ഷെ അതിനോട് ചേർന്ന് നിൽക്കുന്ന ഈ അണികളുടെ ഒക്കെ തന്നെ ഒരു രാഷ്ട്രീയ ബോധ്യത്തെ, ആ ബോധ്യത്തെ ഒന്നും ഒരിക്കലും തള്ളിക്കളയാൻ VS തയ്യാറായിരുന്നില്ല. നമുക്കറിയാം പണ്ട് മുതൽക്കേ ലെനിന്റെ ഈ സംഘടനാ ചട്ടങ്ങൾ, ലെനിന്റെ സംഘടനാ ചട്ടങ്ങൾ, സ്റ്റാലിനിലേക്ക് പോകണ്ട, ലെനിനിലെ തന്നെ ആ പാർട്ടി ചട്ടങ്ങൾ, അത് ഏറ്റവും കൂടുതൽ പാലിക്കണമെന്ന നിർബന്ധ ബുദ്ധിയ കരുതിയിരുന്ന ഒരാളാണ് VS. എന്നിട്ട് എന്തുകൊണ്ട് പിൽക്കാലത്ത് അദ്ദേഹം പാർട്ടി സംഘടനാ ചട്ടക്കൂടിൽ നിന്ന് പുറത്തു കടക്കുന്നു എന്നത് വലിയൊരു ചോദ്യമായിരുന്നു, നമ്മളൊക്കെ തന്നെ അത്ഭുതപ്പെടുത്തിയ ഒരു കാര്യമായിരുന്നു. പക്ഷെ VS-നെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് രാഷ്ട്രീയമായി അതിനെ റാഡിക്കലൈസ് ചെയ്യാൻ കഴിഞ്ഞിരുന്നു. ഞാൻ അങ്ങനെയാണ് പറയുക. അതിന് ഒരു തരത്തിലും ഒരു വൈരുദ്ധ്യമില്ലാത്ത വിധം അദ്ദേഹത്തിനോട് ഇപ്പൊ 2015 പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന VS എന്ന് പറഞ്ഞാൽ നമ്മളെല്ലാം കണ്ടത് അവസാനിച്ചു. VS-നെ സംബന്ധിച്ചിടത്തോളം ഒരു CPM-ഉമായുള്ള ബന്ധം അവസാനിച്ചു എന്ന നിലയിൽ വരെ കണ്ടവരുണ്ട്. പക്ഷേ അതൊന്നും സംഭവിച്ചില്ല. ഇതിനോടൊപ്പം തന്നെയാണ് VS-ന്റെ ഒരു കൂട്ടായ്മ, അല്ലെങ്കിൽ അദ്ദേഹത്തിന് ചുറ്റും അദ്ദേഹത്തിന്റെ ഉപദേശകരായിട്ടും ഒക്കെ തന്നെ വളർന്ന ഒരു ഗ്രൂപ്പ് എന്ന് വേണമെങ്കിൽ പറയാം. ആ ഗ്രൂപ്പിനോട് CPM-ന് അല്ലെങ്കിൽ CPM എന്ന പാർട്ടിയുടെ സംഘടനാ സംവിധാനത്തിന് അതിരൂക്ഷമായ എതിർപ്പ് വളർന്നു വരികയും അവർ പല ഘട്ടങ്ങളിലും VS-നെ കുഴപ്പത്തിൽ ചാടുകയാണ് എന്ന തരത്തിലുള്ള വ്യാഖ്യാനങ്ങൾ വരികയും അതിനോട് പാർട്ടി വളരെ സംഘടനാപരമായി തന്നെ ഇടപെടുകയൊക്കെ ചെയ്തത്. അപ്പോൾ VS എന്ന് പറയുന്നത് ഒരു സമര പോരാളി എന്ന നിലയിൽ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തർക്കമറ്റ കാര്യം എന്ന് പറയുന്നത് ഈ പറയുന്ന സംഘടനയും രാഷ്ട്രീയവും അല്ലെങ്കിൽ സംഘടനയും സമരവും തമ്മിലുള്ള അഭേദ്യമായ ബന്ധമാണ്.